ഹായ് ഹലോ പക്രുവിൻ്റെ ഏഴാം വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പേ 5-6 എപ്പിസോഡ് പക്രുവിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പക്രുവിൻ്റെ ഇന്നൊരു സ്റ്റോറി ഇവിടെ പറയാം. പക്രു ഞാൻ പറഞ്ഞിരുന്നല്ലോ, പക്രു സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ഹോം സ്റ്റേയിൽ ഒരു കോട്ടേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ ഹോം സ്റ്റേയിലേക്ക് കുറച്ച് നോർത്ത് കർണാടകക്കാർ ഗസ്റ്റായിട്ട് വന്നു. അവർ വരുമ്പോൾ കുറേ അവർക്ക് എന്തെല്ലോ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കൊണ്ട് വന്നേ. കുറേ പച്ചമുളക്, കുറേ ഉള്ളി, കുറേ മല്ലിച്ചപ്പ്, പിന്നെ എന്തോ ഒരു ചാക്ക് നിറച്ചു എന്തോ ഒരു സാധനം എടുത്തിട്ട് വന്നു. അപ്പം പക്രു അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, ഇവർ കുറേ ദിവസം താമസിക്കാനാണ് തോന്നുന്നു വരുന്നത്, ചാക്ക് നിറച്ച് എന്തോ ഒരു സാധനം കൊണ്ട് അവർ മേലെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് അപ്പോൾ അവർക്ക് കിച്ചൺ മുറി എടുത്തിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ പാചകം, അവരെല്ലാവരും കൂടി കുറച്ച് ലേഡീസ് എല്ലാം കൂടിയിട്ട് പാചകം തുടങ്ങി. അപ്പോൾ പക്രു പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം പക്രുവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ നൈറ്റിലേക്കുള്ള ഡിന്നർ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പക്രു ഈ ഹോം സ്റ്റേയിലുള്ള കുക്കിനോട് പറഞ്ഞു, നോക്കിയാൽ അവരെന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇവിടത്തേക്ക് തന്നെ അതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, അതിൻ്റെ നല്ലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അവരെ കണ്ടു പഠിക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കലെന്ന്. നോക്കിയാൽ എത്ര അവർ കുറേ മല്ലിച്ചപ്പും പച്ചമുളകും ഉള്ളിയെല്ലാം മുറിച്ചിട്ട് അവരെന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു പഠിക്കുകയെന്ന് അവരെ കുക്കിനോട് പറഞ്ഞു. അങ്ങനെ കുറേ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഈ പക്രു ഇങ്ങനെ നിന്ന് കളിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഡിന്നർ ഞാൻ ഇവിടുന്ന് തരാം, നിങ്ങൾ ഡിന്നർ കഴിക്കണ്ട, ഞങ്ങൾ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്രു സന്തോഷമായി, ഒരു പുതിയൊരു വെറൈറ്റി ടേസ്റ്റ് നോക്കാമല്ലോ എന്നോർത്ത് പക്രു കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. 8:30 മണിയായി, 9 മണിയായി, അവർ കൊടുക്കുന്ന കാണുന്നില്ല. അപ്പോൾ പക്രുവിനോട് അവിടുത്തെ പാചകക്കാർ പറഞ്ഞു, വേഗം വേഗം കഴിക്കുക, ഞങ്ങൾക്ക് പ്ലേറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് കിച്ചൺ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്രു പറഞ്ഞു, ഇല്ല, എനിക്ക് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര നേരം കാണുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നീ എന്താ ഇവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നിനക്ക് തന്നാൽ നീ അതും തിന്നോന്ന്. അങ്ങനെ പക്രു ഇവിടുത്തെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുക, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്രുക്ക് അവർ ഫോൺ ചെയ്തു, ഇതാ വാ, നമ്മളെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എടുത്തിട്ട് പോടുകയെന്ന്. അങ്ങനെ പക്രു വേഗം വേഗം കൈയും വായും ഒക്കെ തുടച്ചു. പക്രു ഓടി, മേലെ ഓടി. അപ്പോൾ അവർ ഒരു നല്ല നീട്ടായിട്ട് ഒരു യൂസ് ആൻഡ് ത്രോ പ്ലേറ്റ്സ്, ആ പ്ലേറ്റിൽ അവർ അലൂമിനിയം ഫോയിൽ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു മുക്കാൽ ഭാഗം ഒരു ഫുഡ്, ഒരു ചോറ് പോലത്തെ ഒരു സാധനം, ബിരിയാണി പോലെ ഉണ്ട്, അത് പക്രുവിന് കൊടുത്തു. അപ്പം പക്രു പറഞ്ഞു, ഞങ്ങളെ ആ കുക്ക് ചെയ്യുന്ന ആൻറ്റിയും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചും കൂടി ഇട്ടു, ഈ ആൻറ്റിക്കും കൊടുത്തേ, ഞങ്ങളെ ഫുഡ് ടേസ്റ്റ് നോക്കട്ടെ എന്ന്. അങ്ങനെ ഇവനത് സന്തോഷത്തിൽ എടുത്തിട്ട് വന്നിട്ട് ഇതിനെ ആൻറ്റിക്ക് കാട്ടി. അപ്പോൾ അവൻ ചോദിച്ചു, ഈ ഫുഡിന് എന്താ നിങ്ങൾ പറയാന്ന്. അപ്പോൾ അവർ പറഞ്ഞു, പപ്പ്ഡ് റൈസ്, ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പപ്പ്ഡ് റൈസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പക്രു ഓടി വന്ന് താഴെ വന്നിട്ട് ഈ ആൻറ്റിക്ക് കാട്ടിയിട്ട് പറഞ്ഞു, ഇവരെ കുക്ക് കാട്ടിയിട്ട് പറഞ്ഞു, നോക്ക് എന്തൊരു സ്റ്റൈലുണ്ട്, നോക്ക്, ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണോ, നോക്കിയേ എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. അങ്ങനെ പക്രു ഒരു പ്ലേറ്റിൽ കുറച്ച് ഈ ഭക്ഷണം ഇട്ട് കഴിക്കാൻ തുടങ്ങി. ഒരു ബായി ഭക്ഷണം ഇങ്ങനെ ബായി കിട്ടതും പക്രുവിൻ്റെ മുഖം ഒട്ടാകെ ചുളിഞ്ഞു. ഇത് പൊരിയല്ലേ, ഇത് പൊരി എന്നും പറഞ്ഞ് പക്രു തുപ്പി. പക്രു പറഞ്ഞു, ഇത് പൊരിയാ ആന്ന് പറഞ്ഞു. അപ്പം ആ കുക്ക് ചെയ്യുന്ന ആൻറ്റി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണോ ഇത്ര നേരം അവർ കുറച്ച് ലേഡീസുകൾ ഇരുന്നിട്ട് ചെയ്തത്? പക്രുവിന് ആ
കുക്ക് ചെയ്യുന്ന ആൻറ്റിനോട് എന്താ മറുപടി പറയണ്ടേന്നുള്ളത് മനസ്സിലായില്ല. കാരണം ഇത്ര നേരം ആ കുക്ക് ചെയ്യുന്ന ആൻറ്റിനോട് പക്രു ഇൻസൾട്ട് ആക്കിയിട്ട് പറഞ്ഞു, പഠിക്ക് പഠിക്ക്, ഇവരെ കണ്ട് പഠിക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്, ഇപ്പോൾ ഇതൊരു പൊരി ഉണ്ടാക്കാനാണോ ഇത്ര സമയം എടുത്തത് എന്ന് പക്രു നോക്കുമ്പോൾ അത് എന്താന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ പൊരിക്ക് പഫ് എന്ന് പറയും. അപ്പം അവർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ പഫ്ഡ് റൈസ്. പക്ഷേ അവർ പറയുന്നതിൽ തെറ്റി പപ്പ്ഡ് റൈസ് എന്ന് പറഞ്ഞു. അപ്പം പക്രുവിന് അത്ര മതി, പക്രു അതും കേട്ട് വന്ന് പപ്പ്ഡ് റൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയൊരു ഐറ്റമാണ് എല്ലാവർക്കും തോന്നി. പക്ഷെ അവർ പറഞ്ഞത് പഫ്ഡ് റൈസ്. പൊരിനെ കൊണ്ട് പൊരിയിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ഇട്ട്, മല്ലിച്ചപ്പൂ ഇട്ട്, ഉപ്പ്, കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട്, ഇവിടെ കർണാടകയിൽ ചുറുമുറി എന്ന് പറയും, അങ്ങനത്തെ ഒരു ചുറുമുറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ സ്റ്റൈലായിട്ട് പക്രുവിനോട് പപ്പ്ഡ് റൈസ് എന്ന് പറഞ്ഞു. പക്രു ഓർത്ത് ഇതൊരു പുതിയൊരു ഡിഷാണ്, എന്തോ ഒരു നല്ല രസകരമായി കഴിക്കാമെന്നും പറഞ്ഞ് പക്രു വെയിറ്റ് ചെയ്തു. എന്നിട്ട് പക്രു ഈ ബാക്കിയുള്ള ഭക്ഷണത്തിന് അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ച് രാവിലെ പിന്നെയും അവർ കിച്ചണിൽ എന്തോ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പക്രു അതിൻ്റെ അരികോട്ട് പോയിട്ട് പക്രു പറഞ്ഞു, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം പക്രുവിൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയും കഴിഞ്ഞില്ലല്ലോ, നീ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം പക്രു പറയാ, അയ്യോ